സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. യോഗം DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം യഥാസമയം ചെയ്യാതെ സമരം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുകയും സമരം നടത്തുന്നവരെ വളരെ മോശമായ രീതിയിൽ അവരെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമുക്കറിയാം, ആശാവർക്കർമാർ അവർ ചെയ്യുന്ന സേവനങ്ങൾ രാവിലെ തുടങ്ങി രാത്രി വരെ നമ്മുടെ എല്ലാ വീടുകളിൽ കടന്നു ചെന്ന് പഞ്ചായത്ത് എടുക്കേണ്ട സർവേ ആയാലും സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ട സർവേ ആയാലും ആരോഗ്യരംഗത്ത് ഇന്ന് ആ ആരോഗ്യരംഗത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ജോലി പോലും ആശാവർക്കർമാരെ കൊണ്ട് ചെയ്യിച്ച് അവർക്ക് കൊടുക്കേണ്ട വേതനം യഥാസമയം കൊടുക്കാതെ ഇതൊക്കെ കേന്ദ്രമാണ് ചെയ്യേണ്ടത്, എല്ലാം കേന്ദ്രത്തിൻ്റെ മേൽ പഴിചാരിക്കൊണ്ട് അവരുടെ തുച്ഛമായ വേതനം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പാവപ്പെട്ട ആശാവർക്കർമാർ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സമരമിരുന്നു. ആ സമരമിരിക്കുമ്പോൾ ആ സമരക്കാരോട് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. എനിക്ക് മുമ്പ് സംസാരിച്ചവരോട് പറഞ്ഞില്ലേ, ആ സമരമിരിക്കുമ്പോഴാണ് PSC മെമ്പർമാർക്ക്, PSC ചെയർമാന് ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാർക്കും ഇല്ലാത്ത ശമ്പളം PSC ചെയർമാനും അംഗങ്ങൾക്കും കൂട്ടിക്കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ PSC മെമ്പർമാർ എന്ന് പറയുന്നത് പാർട്ടി നോമിനികളാണ്. ആരാണോ ഭരിക്കുന്നത്, UDF ഭരിച്ചാൽ UDFന്റെ നോമിനികൾ, LDF ആണ് ഭരിക്കുന്നത്, LDF കൊടുക്കുന്ന നോമിനികൾ. ഇവര് അങ്ങനെ പരീക്ഷ എഴുതി പാസ്സായി വരുന്നവരല്ല PSC മെമ്പർമാർ. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സലിം തേക്കാട്ടിൽ, PV ബാബു, മാത്യു തടത്തിൽ, M സജീവൻ, ജോൺ ജോസഫ് തയ്യിൽ, ലളിത ബാബു, തോമസ് കൈപ്പനാനിക്കൽ, TV കലേഷ്, ലൈസമ്മ പനക്കൽ, KD പ്രവീൺ, K ഷിജു, പ്രിൻസ് വെള്ളക്കട, അനീഷ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലുടനീളം KPCCയുടെ ആത്മാപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും 15 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തി വരുന്ന നമ്മുടെ പ്രിയങ്കരായ ഈ നാടിൻ്റെ നട്ടെല്ലായ ആശാവർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക കാലത്തൊക്കെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യരംഗത്ത് കേരള മോഡൽ എന്നൊരു സാധനം പടുത്തുയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ലാഭകമില്ലാതെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.